നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഓങ്ങല്ലൂരിൽ UDF യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ബഹുജന റാലി സംഘടിപ്പിച്ചു. UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമായിരുന്നു റാലി നടത്തിയത്. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കൈപ്പറ്റി അടയാളത്തിൽ രേഖപ്പെടുത്തണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഷബീർ തോട്ടത്തിലിന്റെയും ഷാഫി മരുദൂരിന്റെയും നേതൃത്വത്തിൽ നടത്തുന്ന ഐതിഹാസികമായ യൂത്ത് റാലിയാണ്. ശാന്തിയും സമാധാനവും നിലനിൽക്കുന്ന കേരളത്തിന്റെ മണ്ണിൽ പാവപ്പെട്ട ചെറുപ്പക്കാരുടെ രക്തം കൊണ്ട് കുരുതിക്കളം തീർക്കുന്ന പാലക്കാട് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് ഓങ്ങല്ലൂരിൽ UDYFന്റെ നേതൃത്വത്തിൽ ബഹുജന റാലി സംഘടിപ്പിച്ചത്. വാടാനംകുറിശി റെയിൽവേ ഗേറ്റിൽ നിന്നുമാണ് റാലി ആരംഭിച്ചത്. ഓങ്ങല്ലൂർ സെന്റർ വരെ പദയാത്രയുമായാണ് പ്രവർത്തകർ റാലിയിൽ അണിനിരന്നത്. യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ തോട്ടത്തിൽ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാഫി മരുദൂർ എന്നിവരാണ് റാലിക്ക് നേതൃത്വം നൽകിയത്. വൈകിട്ട് ഓങ്ങല്ലൂർ സെന്ററിൽ നടന്ന സമാപന പൊതുയോഗം KPCC അംഗം റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു. അതിശക്തമായിട്ടുള്ള പ്രതിഷേധം വോട്ടിന്റെ രൂപത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. ജനാധിപത്യത്തിൽ പൗരന്റെ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള ഏകമാർഗം അത് വോട്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മെ ഭരിച്ച് മുടിച്ച് മുന്നോട്ട് പോകുന്ന, ഈ രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കി മുന്നോട്ട് പോകുന്ന, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രണ്ട് ഭരണാധികാരികൾക്കെതിരെയുള്ള അതിശക്തമായ പ്രതിഷേധ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുമൊക്കെ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, രണ്ടുപേരും ഒരുപോലെ, ഒരു ഭാഗത്ത് നരേന്ദ്രമോദിയും ഇങ്ങോട്ട് വന്നാൽ പിണറായി വിജയനും ഒരുപോലെ ഈ നാടിനെ മുച്ചൂട് തകർത്തു തരിപ്പണമാക്കുന്നു. രണ്ടുപേരും ഈ രാജ്യത്തിന്റെ അധികാരത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടും രാജ്യത്തിന്റെ ജനങ്ങൾക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കാനുമാണ് ഉപയോഗിക്കുന്നത്. ഷബീർ തോട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ MA സമദ്, TY ഷിയാബുദ്ദീൻ, ഷാഫി മരുദൂർ, BK ഉണ്ണികൃഷ്ണൻ, KT ജബ്ബാർ, P രൂപേഷ്, EP യൂസഫ്, ആസീസ് പട്ടാമ്പി, സലീം കളാടിപ്പറ്റ, B അബ്ദുള്ളക്കുട്ടി, സലീം ഇട്ടക്കോടൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സംസ്ഥാനത്ത് SSLC മൂല്യനിർണ്ണയ ക്യാമ്പ് സമാപിച്ചു. മെയ് ആദ്യവാരത്തോടെ ഫലം പ്രഖ്യാപിച്ചേക്കും. പട്ടാമ്പി ഉപജില്ലയിലെ നടുവട്ടത്തും ഷൊർണൂർ ഉപജില്ലയിലെ വാടാനംകുറിശി സ്കൂളിലും മൂല്യനിർണ്ണയ ക്യാമ്പുകൾ പ്രവർത്തിച്ചിരുന്നു. ഏപ്രിൽ 3 മുതലാണ് SSLC മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ആരംഭിച്ചിരുന്നത്. ക്യാമ്പുകൾ ശനിയാഴ്ചയോടുകൂടി പൂർത്തിയായി. മെയ് ആദ്യവാരത്തോടെ ഫലം പ്രഖ്യാപിച്ചേക്കും. പട്ടാമ്പി ഉപജില്ലയിലെ നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ ഇത്തവണ SSLC മൂല്യനിർണ്ണയ ക്യാമ്പിന് വേദിയായിരുന്നു. ബയോളജി, മലയാളം സെക്കൻഡ് പേപ്പർ എന്നിവയിലാണ് ഇവിടെ മൂല്യനിർണ്ണയം നടന്നത്. 120ഓളം അധ്യാപകരുടെ നേതൃത്വത്തിലാണ് മൂല്യനിർണ്ണയം നടന്നത്. ഇതിനു പുറമെ 12ഓളം ചീഫുമാരുടെ സേവനവും ഉണ്ടായിരുന്നു. ഇരു വിഷയങ്ങളിലുമായി 60,000ഓളം ഉത്തരപേപ്പറുകളിലാണ് മൂല്യനിർണ്ണയം നടക്കുന്നത്. ഒരു ദിവസം ഒരു അധ്യാപകൻ 36 പേപ്പറുകളിലാണ് മൂല്യനിർണ്ണയം നടത്തിയത്. ഷൊർണൂർ ഉപജില്ലയിലെ വാടാനംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും മൂല്യനിർണ്ണയ ക്യാമ്പ് നടന്നിരുന്നു. ഹിന്ദി, ഇംഗ്ലീഷ് പേപ്പറുകളിലായിരുന്നു ഇവിടെ മൂല്യനിർണ്ണയം നടന്നത്. ഇംഗ്ലീഷിൽ 43,188 പേപ്പറിലും ഹിന്ദിയിൽ 31,128 പേപ്പറുകളിലുമായിരുന്നു മൂല്യനിർണ്ണയം. 215 അധ്യാപകരുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനം. നല്ല നിലയിൽ ക്യാമ്പ് പൂർത്തിയാക്കാനായെന്ന് ക്യാമ്പ് ഓഫീസർ ഗീത പറഞ്ഞു. SSLC പരീക്ഷയുടെ മൂല്യനിർണ്ണയം ഇന്ന് അവസാനിക്കുകയാണ്. 3-ാം തീയതി തുടങ്ങിയതാണ്. 14 ദിവസം നീണ്ടുനിന്ന മൂല്യനിർണ്ണയ പ്രക്രിയകൾ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ലാതെ തന്നെ പൂർത്തിയായി. അധ്യാപകർക്ക് ലക്ഷം ക്ലാസ് ഉണ്ടായിരുന്നു. ഈ ലക്ഷം ക്ലാസ്സിൻ്റെ ഇടയിലും തിരക്ക് പിടിച്ചുകൊണ്ട് തന്നെ ഒരുപാട് സമയം ഉപയോഗിച്ചുകൊണ്ട് മൂല്യനിർണ്ണയ പ്രക്രിയയ്ക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. SSLC റിസൾട്ടിലേക്ക് അടുത്തെത്തിയിരിക്കുകയാണ്. ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ വിഷയങ്ങളാണ് ഈ സെൻറ്ററിൽ മൂല്യനിർണ്ണയം നടത്തിയത്. പ്രത്യേകിച്ച് പരാതികളൊന്നുമില്ലാതെ തന്നെ മൂല്യനിർണ്ണയം പൂർത്തിയാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പട്ടാമ്പി മേഖലയിലെ ക്വാറികളിൽ അനുമതിയിൽ കൂടുതൽ ഖനനം നടക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതിയിൽ വിജിലൻസ് പരിശോധന നടത്തി. ക്വാറികളിൽ നിന്നും പോകുന്ന ലോറികൾ വ്യാപകമായി പരിശോധനയ്ക്ക് വിധേയമാക്കി. അളവിൽ കൂടുതൽ ലോഡ് കയറ്റിയ ലോറികൾക്കെതിരെ നടപടിയും സ്വീകരിച്ചു. പട്ടാമ്പി മേഖലയിലെ വിവിധ ഇടങ്ങളിലെ ക്വാറികളിൽ നിന്നും അനുമതിയിൽ കൂടുതൽ അളവിൽ ഖനനം നടക്കുന്നുണ്ടെന്നുള്ള രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് സംഘത്തിന്റെ പരിശോധന നടത്തിയത്.
പാലക്കാട് വിജിലൻസ് ഓഫീസിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഓങ്ങല്ലൂർ വാടാനംകുറിശി മേഖലയിലായിരുന്നു പ്രധാനമായും കോറികൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടന്നത്. ലോറികളിൽ നിന്നും അളവിൽ കൂടുതൽ കരിങ്കല്ലുകൾ കയറ്റിപ്പോകുന്നുണ്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു പരിശോധന നടത്തിയത്. വിജിലൻസിന്റെ നേതൃത്വത്തിൽ വാഹനങ്ങൾ പിടികൂടി തൂക്കി നോക്കിയാണ് പരിശോധന നടപ്പാക്കിയത്. പരിശോധനയിൽ അനുവദിച്ച അളവിൽ കൂടുതൽ ഭാരം കയറ്റിയതായും കണ്ടെത്തിയിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പ്, എൻഫോഴ്സ്മെന്റ്, മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ്, GST എന്നീ വിഭാഗങ്ങളുടെ സഹകരണത്തോടു കൂടിയായിരുന്നു വിജിലൻസിന്റെ നേതൃത്വത്തിലുള്ള പരിശോധന നടത്തിയത്. പട്ടാമ്പിയിലെയും ഷൊർണൂരിലെയും വേ ബ്രിഡ്ജിൽ വെച്ചായിരുന്നു ലോറികളുടെ തൂക്കം പരിശോധിച്ചത്. പുലർച്ചെ മുതൽ പരിശോധന ആരംഭിച്ചിരുന്നു. വിജിലൻസ് ഇൻസ്പെക്ടർമാരായ ഡി മിഥുൻ, അരുൺ പ്രസാദ്, SI മാരായ സുരേന്ദ്രൻ, അശോകൻ, ശശി എന്നിവരും പരിശോധന സംഘത്തിലുണ്ടായിരുന്നു. കാപ്പ നിയമപ്രകാരം ചാലിശ്ശേരി ആലിക്കര സ്വദേശിയെ കരുതൽ തടങ്കലിലാക്കി. ആലിക്കര സ്വദേശി കൂത്തുമാടത്തിൽ വീട്ടിൽ 24 വയസ്സുള്ള മുഹമ്മദ് ഷെറിനെയാണ് കേരള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം വകുപ്പ് 3 പ്രകാരം അറസ്റ്റ് ചെയ്ത് വിയ്യൂർ ജയിലിൽ കരുതൽ തടങ്കലിൽ പാർപ്പിച്ചത്. ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരമാണ് നടപടികൾ സ്വീകരിച്ചത്. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സതീഷ് കുമാർ തുടർ നടപടികൾ സ്വീകരിച്ചു. 2023 ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഗ്രാമപഞ്ചായത്ത് ആലിക്കരയിലുള്ള വീട്ടിൽ കഞ്ചാവും MDMA-യും പിടിച്ച കേസിൽ പ്രതിയായതിനെ തുടർന്നാണ് കാപ്പ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചത്. നിലവിൽ പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരി, മലപ്പുറം, കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ കഞ്ചാവും MDMA-യും പിടിച്ചതിനും തൃശൂർ ജില്ലയിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ദേഹോപദ്രവം നടത്തിയതിനും ഇയാളുടെ പേരിൽ ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. ഇടവേള. CCTV-യിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTV-യിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. റോഡിൽ നിന്നും കിട്ടിയ 12,000 രൂപയും രേഖകളും അടങ്ങിയ പേഴ്സ് ഉടമസ്ഥന് തിരിച്ചു നൽകി മാതൃകയായി ചാലിശ്ശേരിയിലെ ചുമട്ടുതൊഴിലാളികൾ. പട്ടാമ്പി റോഡിലെ ബസ് സ്റ്റോപ്പിന് സമീപത്തു നിന്നുമാണ് പണവും രേഖകളും അടങ്ങിയ പേഴ്സ് ചുമട്ടുതൊഴിലാളികളായ സന്തോഷ്, സുന്ദരൻ എന്നിവർക്ക് ലഭിച്ചത്. തുടർന്ന് പേഴ്സ് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. പേഴ്സ് പരിശോധിച്ചതിൽ നിന്നും ചാലിശ്ശേരി പെരുമണ്ണൂർ പഴയിടത്ത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന വിശ്വനാഥന്റേതാണെന്ന് മനസ്സിലായി. തുടർന്ന് സബ് ഇൻസ്പെക്ടർ VR റിനീഷ് വിശ്വനാഥനെ വിളിച്ചുവരുത്തി സ്റ്റേഷനിൽ വെച്ച് പേഴ്സ് കൈമാറി. വീട് റിപ്പയറിംഗിനായി കടം വാങ്ങിയ പണം തിരിച്ചു ലഭിച്ചതിൽ ചുമട്ടുതൊഴിലാളികളോടും പോലീസിനോടും വിശ്വനാഥൻ നന്ദി പറഞ്ഞു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രജിത, പൊതുപ്രവർത്തകൻ പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ ചുമട്ടുതൊഴിലാളികളുടെ സത്യസന്ധതയെ അഭിനന്ദിച്ചു. കടവും കടത്തുതോണികളും അന്യം നിന്നു പോലെയായെങ്കിലും കൂടല്ലൂരിൽ ഒരു തോണിയുണ്ടായിരുന്നു. അതിനൊരു കടത്തുകാരനും, ബാവുക്ക. തലമുറകളെ സുരക്ഷിതമായി പുഴ കടത്തിയ കൂടല്ലൂരിന്റെ കടത്തുകാരൻ ഇടപ്പറമ്പിൽ സൈതലവി എന്ന ബാവുക്ക ഇനി ഓർമ്മകളിൽ മാത്രം. ഒഴുകുന്ന നിളയും ഇളകുന്ന തോണിയുമായിരുന്നു അയാളുടെ ഇടം. കടവിൽ കടത്തുകാരനുണ്ടോ എന്ന് നോക്കി യാത്ര നിശ്ചയിച്ചിരുന്ന കൂടല്ലൂരുകാരുടെ മനസ്സിൽ എന്നും അയാൾക്കൊരു സ്ഥാനമുണ്ടായിരുന്നു. ബാവുക്കയുടെ ബാപ്പയും ബാപ്പയുടെ ബാപ്പയുമൊക്കെ ഈ കടവിലെ കടത്തുകാരും മീൻപിടുത്തക്കാരുമായിരുന്നു. യാത്രാ സൗകര്യങ്ങൾ വർദ്ധിച്ചതോടെ ആളുകൾ കുറഞ്ഞിട്ടും 78-ാം വയസ്സിലും കടത്തുപേക്ഷിക്കാൻ ബാവുക്ക തയ്യാറായിരുന്നില്ല. പിതാവിനൊപ്പം 10-ാം വയസ്സിലാണ് ഉപജീവനത്തിനായി പങ്കായം കയ്യിലെടുക്കുന്നത്. മറുകരയിലെത്തിച്ചാൽ സന്തോഷത്തോടെ എന്തെങ്കിലും നൽകിയാൽ മതി. ഇനി ഒന്നും നൽകിയില്ലെങ്കിലും ചെറുപുഞ്ചിരിയോടെ അത് പിന്നെ എടുക്കാന്ന് എന്ന സ്ഥിരം പറച്ചിലും. ചിലർ സ്നേഹം തോന്നി കൂടുതൽ രൂപ കൊടുക്കും. ഇരുകരകളിലേക്ക് പോകുന്നതിനു പുറമെ താഴേക്കും മുകളിലേക്കുമുള്ള പൊന്നാനി, തിരൂർ, ലക്കിടി എന്നീ ദൂരസ്ഥലങ്ങളിലേക്കും തോണിയാത്ര നടത്തിയിരുന്നു. കാലത്തിന്റെ കുത്തൊഴുക്കിൽ താഴേക്കും മുകളിലേക്കുമുള്ള യാത്ര ആദ്യമില്ലാതായി. എന്നിരുന്നാലും ഇരുകരകളിലേക്കുമുള്ള കടത്ത് തുടർന്നു. കഴിഞ്ഞ മാർച്ച് 25-നാണ് അവസാനമായി യാത്രക്കാരുമായി ഭാരതപ്പുഴയുടെ കുറുകെ കൂടല്ലൂരിൽ നിന്നും പേരശ്ശന്നൂരിലേക്ക് ബാവുക്ക തോണി തുഴഞ്ഞത്. അസുഖബാധിതനായി ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു മരണം. CCTV ന്യൂസ് തൃത്താല.
അർബുദ രോഗബാധിതനായി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പെരിങ്ങോട് സ്കൂൾ വിദ്യാർത്ഥി കണ്ണത്ത് സന്ദീപ് നിര്യാതനായി. 14 വയസ്സായിരുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി സാമ്പത്തിക സമാഹരണം നടന്നുകൊണ്ടിരിക്കെയാണ് സന്ദീപിനെ മരണം കവർന്നത്. സംസ്കാരം ചെറുതുരുത്തി ശ്മശാനത്തിൽ നടന്നു. പരേതനായ മോഹൻ ബാബു വിദ്യ ദമ്പതികളുടെ മകനാണ്. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.